ഹലോ എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇമോഷണൽ റെഗുലേഷനെ പറ്റിയിട്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ കുഞ്ഞു മക്കളുടെ അടുത്തൊക്കെ ഇമോഷണൽ റെഗുലേഷനെ പറ്റിയിട്ട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? ചെറിയ മക്കളാണെങ്കിൽ അവർ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ പറയും ദേഷ്യം പിടിക്കല്ലേ, ചിരിക്കുമ്പോൾ പറയും ചിരിക്കല്ലേ, കരയല്ലേ എന്നൊക്കെ പറയാറുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവര് കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പൊ ഞാനിപ്പം കരയാൻ തോന്നുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലേക്ക് അവൻ അല്ലെങ്കിൽ അവള് ഒരു വട്ടം അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇമോഷണൽ റെഗുലേഷൻ, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടല്ല അവർ വരിക. ഇവരിതൊക്കെ പഠിച്ചെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് അവരിതൊക്കെ പഠിച്ചിട്ട് വരിക. നമ്മൾ ഫോൺ മേടിക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ഫോണിനകത്ത് നമുക്ക് വേണ്ടാത്ത സോഫ്റ്റ്വെയർ, അതിനകത്ത് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല അല്ലെ? സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ ഇൻസ്റ്റ നമുക്ക് വേണം, അത് നമ്മൾ എന്ത് ചെയ്യും? ഡൗൺലോഡ്, പ്ലേ സ്റ്റോറിലേക്ക് കയറും, ഡൗൺലോഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിലും അവിടെയൊക്കെ കയറിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ചെയ്യുക. അതേപോലെ തന്നെയാണ് മക്കളും. ഇവർക്കൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പാരൻസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ കൊച്ചും അത് വേഗം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പൊ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടല്ലേ, കരയില്ലേ, ചിരിക്കല്ലേ എന്ന് പറയുമ്പോൾ അവൻ എന്താവും? കൺഫ്യൂസ്ഡ് ആവും, ഓട്ടോമാറ്റിക്കലി കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിനൊക്കെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മക്കളാണെങ്കിൽ അധികം അവരെന്താ ചെയ്യുക? കളിപ്പാട്ട് എറിഞ്ഞു ഉടയ്ക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലേ? അപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാല് കളിപ്പാട്ട് എറിഞ്ഞു ഉടയ്ക്കുന്നതിന് പകരം, കാര്യം ദേഷ്യം എന്നുള്ളത് ഒരു വികാരമാണ്, എറിഞ്ഞുടയ്ക്കുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പൊ അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ലൈക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മാറിപ്പോവാനായിട്ട് പറ്റും. സങ്കടം വരുമ്പം ഈ പറയുന്ന പോലെ കരയരുത് എന്ന് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കരയണം, കരഞ്ഞു കഴിഞ്ഞാൽ കരയാനുള്ള കാര്യം എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റണം. ചിരിക്കണം, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കണം, കാര്യം സാഹചര്യം വരുമ്പോൾ നമ്മളത് ചിരിക്കണം. പക്ഷെ മറ്റൊരാൾക്ക് വേദനയാവാത്ത രീതിയിൽ എങ്ങനെ ചിരിക്കാൻ പറ്റും എന്നുള്ളതും നമ്മൾ നോക്കണം. ഇപ്പൊ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പോലെ കുട്ടികളെ വളർത്തി കൊണ്ടുവരിക, നല്ല മക്കളായിട്ട് വളർത്തി കൊണ്ടുവരിക എന്നുള്ളൊരു മാരത്തോണിൽ ഏർപ്പെട്ടിരിക്കുകയായി. അപ്പൊ ആ ഒരു മാരത്തോൺ റേസ് ഒന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇമോഷനൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, അതിനൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മനുഷ്യരായിട്ട് വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കിഡിന്റെ അടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഈ ഒരു തോട്ട് നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, സപ്പോർട്ട് ആൻഡ് കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.